ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കല്യാണം കൂടിയ വ്ളോഗും അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളതും പിന്നെ വീട്ടിൽ തന്നെ കുറേ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരു കണക്ഷൻ ഇല്ല, കുറച്ച് പിന്നെ എടുത്ത വ്ളോഗ് അങ്ങനെയാണ് കേട്ടോ. അപ്പം എല്ലാവരും മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. അപ്പോൾ എല്ലാം ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എന്താ പറയുന്നത് കലത്തപ്പൂ അതേപോലെ തന്നെ ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കണം തോന്നീന്. അതുകൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അപ്പം, ഇതൊരു അപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ വ്ളോഗൊന്നും എടുത്തിട്ടാ. പിന്നെ നമ്മൾ നേരെ മംഗളത്തിന് വന്നതാണ്. അങ്ങനെ ക്ലിപ്പിങ്സ് എടുക്കാൻ വിട്ടതാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് വ്ളോഗ് ഓർമ്മ പറ്റാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ മംഗളത്തിനവിടെ വന്നിട്ടുണ്ടായിരുന്നു. മംഗളത്തിന് വന്നിട്ട് നല്ല അടിപൊളി ബിരിയാണി അതേപോലെ തന്നെ ഇറച്ചിക്കറിയും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കച്ചമ്പറും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാണ്. അങ്ങനെ നമ്മൾ കച്ചമ്പറും അച്ചാറും ഇറച്ചിക്കറിയും അതേപോലെ തന്നെ എന്താ പറയുന്നത് നല്ല അടിപൊളി പൊരിച്ച് വെച്ച ചിക്കൻ കറി ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ആളുണ്ടായിട്ടാട്ടോ. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുന്നത് ഒരു ചൂടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഇതങ്ങനെ ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുതിയാപ്പിളിനൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് പോകാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ ഇതാ പുതിയാപ്പിൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാണ്, ഫോട്ടോ ഒക്കെ എടുക്കാണ്ടിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒക്കെ സംഭവം. പിന്നെ കുറേ ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ നിന്നിട്ടാട്ട് വേഗം വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അവിടെ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് കുറച്ച് വെയ്യാന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ഒരു കസ്റ്റേർഡ് ഉണ്ടെന്ന് തോന്നുന്നു. കസ്റ്റേർഡിൽ അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ കട്ടാക്കിയിട്ട് കസ്കസ് അതൊക്കെ ഇട്ടിട്ട് നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന് പുരയിലേക്ക് എത്തി. പിന്നെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ പിന്നെ ഈവനിങ് ആയപ്പം ഉറങ്ങിയിട്ട് ഈവനിങ് ആയപ്പം മാഗി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ നല്ല വിശപ്പ് തന്നെ ഉണ്ടാകും കേട്ടോ. അത് പിന്നെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ പീടികയിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് സാധനമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പീടികയിൽ പോയിട്ട് ഐസൊക്കെ തിന്നുകൊണ്ട് വരികയാണ്. നമ്മൾ പീടികയിൽ കുറച്ച് ഇങ്ങോട്ട് പോകണം കേട്ടോ, കുറച്ചധികം തന്നെ നമ്മൾ പറയുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പോൾ ഇടവേളേ പോവും, ലേസും ഐസൊക്കെ തിന്നിട്ടാണ് പോകുന്നത് ഗൈസ്. പക്ഷെ ഇതൊക്കെ ഒരു വൈബല്ലേ നമ്മൾ പീടികയിലൊക്കെ പോയിട്ട് വരുമ്പോൾ. ഞാൻ ഐസൊക്കെ തിന്നുന്നുണ്ട്. അങ്ങനെ പുരയിലെത്തി സാധനങ്ങളൊക്കെ മേശയിൽ വെച്ച് പിന്നെ അതേപോലെ തന്നെ ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലേക്ക് നമ്മൾ വിചാരിച്ച് തട്ടിക്കൂട്ടൊരു കുക്കർ മജിബൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. മജിബൂസ് പിന്നെ കുക്കറിൽ തന്നെയാണ് ആക്കൽ പൊതുവെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ വേണമെങ്കിൽ കമൻ്റ് ആക്കുക. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി, ബിരിയാണി അല്ല കേട്ടോ മജിബൂസൊക്കെ റെഡിയായി. അതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് പൊരിച്ചിട്ട് ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടിട്ട് പൊരിച്ചിട്ടും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് എപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ സാലഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അടിപൊളി ഡിന്നർ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. പിന്നെ ഗൈസ് ഇത് ഞാൻ ഷെയർ ആക്കുന്നുള്ളത് പിന്നെ വേറെ ദിവസം പോയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ പോയതല്ല, എൻ്റെ സിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് എടുത്തോന്ന്. പുതിയൊരു ഔട്ട്ലെറ്റാണ് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനൊന്ന് അതുകൊണ്ട് അവളെ ചെങ്ങായൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇവിടെ പുതിയൊരു ഔട്ട്ലെറ്റാണ്, ലോലിനോ എന്നിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നിട്ട് അവിടുന്ന് ഇവരെന്താക്കിയെന്ന് വെച്ചാൽ ഓളെ ഫ്രണ്ടിന് സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒക്കെ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാമെന്ന്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബില്ലാക്കാണ് കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ ബില്ലാക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇവരെന്നൊക്കെ വെച്ചാൽ നേരെ ഹോട്ടലിലേക്ക് പോയതാണ് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ടെങ്കിൽ നമുക്ക് പാർസൽ കൊണ്ടിട്ടുണ്ടായിനി. അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് അവിടുന്ന് ഗ്രില്ല് വാങ്ങാൻ വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അന്നത്തെ വ്ളോഗ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ.